What is up, guys? You are already watching Cinema is Life. ഓണം സീസണാണ് ഗൈസ്. എല്ലാ വർഷത്തിനും എൻ്റെ തൊട്ട് ഓണത്തിൻ്റെ ഈ വീക്കെൻഡിൽ മൾട്ടിപ്പിൾ ബിഗ് റിലീസസ് ഉണ്ട്. ബിഗ് സ്റ്റാർസ്, ബിഗ് ഡയറക്ടേഴ്സ്. 4 മൂവീസാണ് ഈ വീക്കെൻഡിൽ റിലീസ് അയക്കുന്നത്. ഹൃദയപൂർവ്വം ഡയറക്റ്റഡ് ബൈ സത്യൻ അന്തിക്കാട്, സ്റ്റാറിംഗ് മോഹൻലാൽ, ഒരു ഫീൽ ഗുഡ് ഫാമിലി കോമഡി എൻ്റർടൈനർ ആണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര, ഡയറക്റ്റഡ് ബൈ ഡൊമിനിക് അരുൺ, സ്റ്റാറിംഗ് കല്യാണി പ്രിയദർശൻ, നസ്ലേൻ, ഒരു സൂപ്പർ ഹീറോ ജോണർ മൂവിയാണ്. ഓടും കുതിര ചാടും കുതിര, ഡയറക്റ്റഡ് ബൈ അൽതാഫ് സലീം, സ്റ്റാറിംഗ് ഫഹദ് ഫാസിൽ ആൻഡ് കല്യാണി പ്രിയദർശൻ, ഒരു റൊമാൻറ്റിക് കോമഡി ജോണറാണ്. ആൻഡ് ഫൈനലി മേനെ പ്യാർ കിയ, സ്റ്റാറിംഗ് ഋതു ഹരുൺ, ഒരു അപ്കമിങ് യങ് ടാലൻറ്റഡ് ആക്ടറാണ്. അതിൻ്റെ കൂടെ പ്രീതി മുകുന്ദൻ, സായി അഭ്യങ്കറിൻ്റെ ആസാക്കൂട സോങ്ങിൻ്റെ വീഡിയോയ്ക്കകത്ത് ഫേമസ് ആയ പ്രീതി മുകുന്ദനുണ്ട്. സോ ഞാൻ താമസിക്കുന്ന സിറ്റിയിൽ ഗൈസ് ഈ 4 മൂവീസിൻ്റെ അത് 3 മൂവീസാണ് റിലീസ് അയക്കുന്നത്. ഹൃദയപൂർവ്വം, ലോക ചാപ്റ്റർ 1 ചന്ദ്ര ആൻഡ് ഓടും കുതിര ചാടും കുതിര. സോ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങൾക്ക് 3 മൂവീസിൻ്റെയും ഷോർട്ട് ക്വിക്ക് റിവ്യൂസ് തരുന്നതാണ്. ഇത് കമ്പാരിസൺ വീഡിയോ ഒന്നുമല്ല, ഞാൻ ഈ മൂവീസിനെ കമ്പയർ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ബൈ ദി എൻഡ് ഓഫ് ദ വീഡിയോ ഐ വിൽ ടെൽ യു ഗൈസ് എനിക്ക് പേഴ്സണലി ഏതാണ് ഈ 3 മൂവീസിൻ്റെ അതും ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. പ്ലസ് ഐ വിൽ റിക്കമെൻഡ് വിച്ച് മൂവി യു ഷുഡ് വാച്ച് ഇൻ ദ തിയേറ്റർ ഓൾസോ. സി എല്ലാവർക്കും 3 പടങ്ങളും കാണാനുള്ള സമയമൊന്നും ഇല്ലായിരിക്കും. മെയിൻലി 1 അല്ലെങ്കിൽ 2 മൂവീസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സമയമുള്ളത്. സോ വിച്ച് ഔട്ട് ഓഫ് ദീസ് 3 ഫിലിംസ് യു ഷുഡ് വാച്ച്, അതും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ എൻഡിൽ പറഞ്ഞു തരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ടിൽ ദി എൻഡ്. ലെറ്റ്സ് ജസ്റ്റ് ജംപ് ഇൻ ടു ദ മൂവി റിവ്യൂസ്. ഞാൻ ആദ്യം റിവ്യൂ ചെയ്യാൻ പോകുന്ന മൂവിയാണ് ഹൃദയപൂർവ്വം, ഡയറക്റ്റഡ് ബൈ സത്യൻ അന്തിക്കാട്, സ്റ്റാറിംഗ് മോഹൻലാൽ, സംഗീത് പ്രതാപ്, നമ്മുടെ പ്രേമലുവിക്കകത്ത് അമൽ ഡേവിസ്, മാലവിക മോഹനൻ, പിന്നെ സപ്പോർട്ടിംഗ് കാസ്റ്റായിട്ട് സിദ്ദിഖ് ഉണ്ട്, ലാലു അലക്സ് ഉണ്ട്, ജനാർദ്ദനുണ്ട്. ഗൈസ് ഈ മൂവി ഒരു ടിപ്പിക്കൽ സത്യൻ അന്തിക്കാട് സ്റ്റൈൽ മൂവിയാണ്. എത്ര വർഷം കഴിഞ്ഞ 30-40 വർഷങ്ങളായിട്ട് സത്യൻ അന്തിക്കാട് ഹാസ് ബീൻ മേക്കിംഗ് സിമിലർ ഫിലിംസ്, കോമഡി, ഫാമിലി എൻ്റർടൈനർ, ഫീൽ ഗുഡ് ഫിലിംസ്. ഇതും ആ സെയിം ജോണറിൽ പെടുന്ന മൂവിയാണ്. ദർ ഇസ് നോ ഡിഫറൻസ്. ഈ മൂവിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇതൊരു സ്ലോ പേസ്ഡ് ജേർണിയാണ്, ഒരു തെറപ്യൂട്ടിക് ജേർണിയാണ്. ഈ മൂവിക്കകത്ത് ഇങ്ങനെ സ്റ്റോറി ഒന്നുമില്ല, ഇങ്ങനെ അടുത്ത എന്തോ സംഭവിക്കുമെന്ന് നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന സംഭവങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഈ മൂവിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ക്യാരക്ടേഴ്സ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ലൈഫിലാണ് ഇവർ കടന്നു പോകുന്നത്. ചിലവർ ഗ്രീഫ്, സങ്കടത്തിൽ കൂടെ കടന്നു പോകുന്നത്, ചിലവർ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, ആ ഫേസിൽ കടന്നു പോകുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് വരുന്നത്, ഇവരുടെ ഇൻറ്ററാക്ഷൻസ്, ഇവരുടെ ഡയലോഗ്സ്, ചെറിയ ചെറിയ സിറ്റുവേഷൻസ്, ദിസ് ഇസ് വാട്ട് ഡ്രൈവ്സ് ദ മൂവി. സോ ഇങ്ങനെ സ്റ്റോറി എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. സോ ദാറ്റ്സ് എ നെഗറ്റീവ് ഓൾസോ, ബിക്കോസ് ഇതൊത്തിരി സ്ലോ പേസ്ഡ് ഒരു മൂവിയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മൂവിക്കിടയ്ക്ക് ഒരു ഫോൺ വന്ന് 5 മിനിറ്റ് നിങ്ങൾ പുറത്ത് പോയി സംസാരിച്ച് അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നാലും നിങ്ങൾക്ക് മൂവിയിൽ നിങ്ങളൊന്നും മിസ് ചെയ്യത്തില്ല. യു വിൽ കണ്ടിന്യൂ. So, but the best part about this film is that starting to end നല്ല അടിപൊളി കോമഡി ഇതിൻ്റെ അകത്ത് ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. കോമഡി ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദിസ് ഫിലിം. എല്ലാ 5-7 മിനിറ്റിൻ്റെ ഒരു ഇൻ്റർവൽ കഴിഞ്ഞ് നല്ല കോമഡി സീക്വൻസസ് ഉണ്ട്. സോ ഈ സ്ലോ പേസ്ഡ് ജേർണിയെ ബ്രേക്ക് ചെയ്യാൻ നല്ല കോമഡി ഉണ്ട്. സോ ദാറ്റ് ഇസ് വൈ ഐ സെഡ് കോമഡി ഇസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദിസ് ഫിലിം. എസ്പെഷ്യലി മോഹൻലാൽ ആൻഡ് സംഗീത് പ്രതാപ്, ഇവരുടെ കോമ്പിനേഷൻ, ഇവർ രണ്ടുപേരും സ്ക്രീനിൽ ഒരുമിച്ചുണ്ടോ നിങ്ങൾ ചിരിച്ചിരിക്കും. കൂടെ സിദ്ദിഖ്, ലാലു അലക്സ്, ജനാർദ്ദനൻ, ഇവരുടെയൊക്കെ കോമഡി പെർഫോമൻസ്. സോ കോമഡി കാരണമാണ് പേഴ്സണലി ഫോർ മീ ഈ മൂവി എനിക്ക് ക്ലിക്കായത്. പിന്നെ മൂവി കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ യു വിൽ ബി ലെഫ്റ്റ് വിത്ത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റുമായിട്ട് ഒരു നല്ല മൂവി കണ്ടത്. ബട്ട് മെയിൻലി ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ കോമഡി. കോമഡി ഇല്ലായിരുന്നെങ്കിൽ ഈ മൂവി ഒരു ഡ്രാഗ്, ഒരു ബോർ മൂവിയായി മാറിയാനും. സോ ദാറ്റ് വാസ് മൈ റിവ്യൂ ഓഫ് ഹൃദയപൂർവ്വം. തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ? ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ പേരൻസിനെ ഒക്കെ കൊണ്ടുപോയി കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. പക്ഷേങ്കിൽ യൂത്തായിട്ട് പോയി തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ആവശ്യമില്ല. ഇത് OTT വരുമ്പോൾ നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അടുത്തായിട്ട് ഗൈസ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര, ഡയറക്റ്റഡ് ബൈ ഡൊമിനിക് അരുൺ. ഇതിന് മുമ്പേ പുള്ളി തരംഗം എന്ന് പറഞ്ഞൊരു മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. സ്റ്റാറിംഗ് കല്യാണി പ്രിയദർശൻ, നസ്ലേൻ, ചന്തു സലീം കുമാർ, അരുൺ കുര്യൻ. ഇതിൻ്റെ കൂടെ കുറേ ക്യാമിയോ അപ്പിയറൻസസ് ഉണ്ട് ഗൈസ്, കുറേ ക്യാമിയോ അപ്പിയറൻസസ് ഉണ്ട്. അത് ഞാനൊന്നും എന്താണെന്നൊന്നും പറയുന്നില്ല, അത് സ്പോയിലായിപ്പോൾ. ഈ മൂവി സൂപ്പർ ഹീറോ ജോണർ മൂവിയാണ്. ഈ മൂവിയുടെ സൂപ്പർ ഹീറോ ടൈപ്പ് ഒക്കെ എന്താണെന്ന് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അത് സ്പോയിലറായി മാറും. ബട്ട് ലെറ്റ് മീ ടെൽ യു ദിസ്, ഈ മൂവിയുടെ ഓവറോൾ ഈ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ഇവർ ഉണ്ടാക്കിയേക്കുന്നത് യൂസിങ് കേരള ഫോക്ലോർ ആൻഡ് മൈഥോളജിയാണ്. ദാറ്റ് ഇസ് സോ ഗുഡ്. ഇതിൻ്റെ മുമ്പേ നമ്മൾ സൂപ്പർ ഹീറോ മൂവി കണ്ടത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ മിന്നൽ മുരളി. മിന്നൽ മുരളിക്കകത്ത് എന്താണെന്ന് വെച്ചാൽ മിന്നൽ അടിക്കുന്നത് സൂപ്പർ പവർ കിട്ടുന്നു. പക്ഷേ ഇതൊന്നുമല്ല. ഇതിനകത്ത് ഫോക്ലോർ, മൈഥോളജി, റിലിജൻ ഇതെല്ലാം മിക്സ് ചെയ്താണ് ഈ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. ഫോർ എക്സാമ്പിൾ കേരള ഫോക്ലോർ നമ്മൾ കേൾക്കുന്ന ഈ ക്രീച്ചേഴ്സ്, മാടൻ, ചാത്തൻ, ഒടിയൻ, ഇങ്ങനത്തെ സംഭവങ്ങൾ. സോ ഇങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടേഴ്സാണ്, സ്പെഷ്യൽ അബിലിറ്റീസ് ഉള്ള ക്യാരക്ടേഴ്സാണ് ഈ മൂവിക്കകത്ത് ഉള്ളത്. മൂവിയെക്കുറിച്ച് പറയുവാണെങ്കിൽ മലയാളം സിനിമയ്ക്ക് മാത്രമല്ല, പക്ഷേ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു ലാൻഡ്മാർക്ക് മൂവിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. സൂപ്പർ ഹീറോ മൂവി ആകുമ്പോൾ അതിന് വിഷ്വൽ എഫക്ട്സ് അടിപൊളിയാകണം, അതിൻ്റെ ആക്ഷൻ സീക്വൻസസ് അടിപൊളിയാണ്, വേൾഡ് ബിൽഡിംഗ് അടിപൊളിയാണ്. ഇതെല്ലാം ഈ മൂവിക്കകത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദി ഓവറോൾ വിഷ്വൽ എഫക്ട്സ്, ദി എഡിറ്റിംഗ്, ദ മ്യൂസിക്, ദ ഫീൽ യു ഗെറ്റ് വെൻ യു വാച്ച് ഇറ്റ് ഓൺ ദ ബിഗ് സ്ക്രീൻ ഇസ് റിയലി നൈസ്. ഐ മീൻ ഇറ്റ്സ് അൺബിലീവബിൾ. ഐ എം നോട്ട് കമ്പയറിംഗ് ദിസ് വിത്ത് ഹോളിവുഡ് ഫിലിംസ്. ഹോളിവുഡിൽ ഇങ്ങനത്തെ കുറേ മൂവീസ് ഇറങ്ങിയിട്ടുണ്ട് ഈ സെയിം ടൈപ്പിലുള്ള. പക്ഷേ ഇന്ത്യൻ സിനിമയ്ക്കകത്ത് ഇങ്ങനത്തെ ആദ്യമായിട്ടൊരു സംഭവമാണ്. ആൻഡ് നമ്മൾ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ മൂവിയുടെ ഈ വലിയ ഹോളിവുഡ് മൂവീസിൻ്റെ 1% പോലും അല്ല നമ്മുടെ ഈ മൂവിയുടെ ബഡ്ജറ്റ്. പക്ഷേ ഈ ഷൂ സ്ട്രിങ് ബഡ്ജറ്റിംഗ് കൊണ്ട് ഇവർ ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയുള്ള മൂവി ഉണ്ടാക്കി വെച്ച് ഹാറ്റ്സ് ഓഫ്. വിഷ്വലി തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു പക്ക എൻ്റർടൈനർ മൂവിയാണ്.
ഈ മൂവിക്കകത്ത് ഈ യൂണിവേഴ്സ് ഇവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത് ഇവർ കണ്ടിന്യൂ ചെയ്യും. ഇൻ ദ നെക്സ്റ്റ് മൂവീസ് ഇവർ പാർട്ട് 2 ആൻഡ് പാർട്ട് 3 ഇറങ്ങുമെന്ന് ഈ മൂവിയുടെ പ്രൊഡക്ഷൻ ഹൗസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി സപ്പോർട്ട് ദിസ് ഫിലിം, ബിക്കോസ് ഈ മൂവി ഇച്ചിരി പൈസ ഒക്കെ ഉണ്ടാക്കിയാലേ പാർട്ട് 2 ആൻഡ് പാർട്ട് 3 നല്ലപോലെ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ദ മൂവി ഈസ് നൈസ് ഗൈസ്, യു കൻ ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ ദ തിയേറ്റേഴ്സ്. ഇനി ആക്ടിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ മെയിൻലി ഇതിനകത്ത് ഫോക്കസ് അയക്കുന്ന കല്യാണി പ്രിയദർശൻ്റെ ക്യാരക്ടർ ചന്ദ്രയാണ്. അപ്പം ചന്ദ്ര ഈസ് ഒബ്വിയസ്ലി എ സൂപ്പർ ഹീറോ വിത്ത് സ്പെഷ്യൽ അബിലിറ്റീസ്. അപ്പോൾ ഇത് എന്താണെന്ന് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല, അതൊരു സ്പോയിലറായി മാറും. പക്ഷേ നല്ല അടിപൊളിയായിട്ട് കല്യാണി പ്രിയദർശൻ ഇത് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ദി ഓൺലി ഇഷ്യൂ ഇസ് ദാറ്റ് ഫുൾ മൂവിക്കകത്ത് പുള്ളിക്കാരത്തി ഒരു സെയിം ഇമോഷനാണ്. മൂവിയുടെ തുടക്കം പോലെ അന്ത്യം വരെ ഇങ്ങനെയാണ്, ഈ ഒരു ലുക്കാണ്. ഇമോഷൻസ് ഇച്ചിരി കൂടെ ഡൈവേഴ്സിഫൈ ആക്കിയായിരുന്നെങ്കിൽ ഇതൊരു അടിപൊളി ക്യാരക്ടർ. പക്ഷേ അത് ജസ്റ്റ് നെറ്റ് പിക്കിംഗ്. പക്ഷേ അതല്ലാതെ പിന്നെ കൂടെ നസ്ലേൻ, ചന്തു സലീം കുമാർ, അരുൺ കുര്യൻ ഇവരെല്ലാവരും കൂടെ ഉണ്ട്. നല്ല കോമഡി ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ ക്യാമിയോസ് ഉണ്ട് ഗൈസ്. ഈ യൂണിവേഴ്സ് സെറ്റപ്പ് ചെയ്യാൻ കുറേ ക്യാമിയോസ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവരായിരിക്കും പാർട്ട് 2 ആൻഡ് പാർട്ട് 3 മുമ്പിലോട്ട് കൊണ്ടുവന്നത്. വേൾഡ് ബിൽഡിംഗ് പാർട്ട് 1 ഈ മൂവിക്കകത്ത് ഇവർ മെയിൻലി ഈ വേൾഡിനെ സെറ്റപ്പ് ചെയ്തേക്കുവാണ്. എന്താ എവിടെ നിന്നാണ് ഇവർ വന്നേക്കുന്നത്, ആരാണ്, ഇതൊക്കെ ഇവർ നല്ലപോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ ഹൗ ദേ ടേക്ക് ദിസ് മൂവി ആൻഡ് ദിസ് യൂണിവേഴ്സ് ഫോർവേഡ്. അനദർ നെഗറ്റീവ് വിച്ച് ഐ ഫെൽറ്റ് വാസ് ഒരു മേജർ ക്യാമിയോ ആണ്, ഒരു മേജർ ആക്ടറിൻ്റെ ക്യാമിയോ ആണ് ഇത്. ക്യാമിയോ പുള്ളി ഇങ്ങനെ അപ്പിയർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും തിയേറ്ററിനകത്ത് ഭയങ്കര ഹൂട്ടിങ് ആൻഡ് ഗൂവലൊക്കെയാണ്, ഭയങ്കര ആംബിയൻസ് ആണ്. പക്ഷേങ്കിൽ പേഴ്സണലി ഫോർ മീ ആ ക്യാരക്ടറിൻ്റെ ലുക്ക്, ആ ക്യാരക്ടർ ചെയ്തേക്കുന്ന ആക്ഷൻ, ഇതൊക്കെ കണ്ടിട്ട് ഒരു ചുമ്മാ ഒരു ഗിമിക്കി ഫീലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എമ്പുരാൻ കണ്ടു കഴിഞ്ഞ് മോഹൻലാലിൻ്റെ ഓവറോൾ കോസ്റ്റ്യൂംസ് ആൻഡ് ഔട്ട്ഫിറ്റ് ഇതിനെ കുറേ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ആ സെയിം ഫീലിംഗ് ആണ് ഈ മെയിൻ ആക്ടറിൻ്റെ ക്യാമിയോ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഫീൽ ചെയ്തത്. അത് നിങ്ങൾക്ക് മൂവി കാണുമ്പോൾ മനസ്സിലാവും. സോ ഗൈസ്, ദാറ്റ് വാസ് മൈ റിവ്യൂ ഓഫ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഒരു അടിപൊളി സൂപ്പർ ഹീറോ ജോണറുള്ള മൂവിയാണ്. തിയേറ്ററിൽ പോയി കാണണോ വേണ്ടിയോ? ഡെഫിനറ്റ്ലി യെസ്, പക്ക തിയേറ്റർ വാച്ച് ആണ്. ഓവറോൾ വിഷ്വൽ എക്സ്പീരിയൻസ് സൂപ്പർബാണ്. ഡെഫിനറ്റ്ലി സപ്പോർട്ട് ദിസ് മൂവി ഗൈ ഗോയിങ് ആൻഡ് വാച്ചിങ് ഇറ്റ് ഇൻ ദ തിയേറ്റർ. ഗൈസ്, അടുത്തായിട്ട് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ഓണം ക്ലാഷിൽ ഞാൻ ഫൈനൽ ആയിട്ട് കണ്ട മൂവിയാണ് ഓടും കുതിര ചാടും കുതിര. നല്ല വെറൈറ്റി പേരാണ്. ഡയറക്റ്റഡ് ബൈ അൽതാഫ് സലീം. ഇതിന് മുമ്പേ പുള്ളി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മൂവിയാണ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, നിവിൻ പോളിയുടെ മൂവി. അതിൻ്റെ കൂടെ അൽതാഫ് സലീം ഒരു ഫേമസ് കോമഡി ആക്ടറാണ്. സോ ഈ മൂവിക്കകത്ത് സ്റ്റാറിംഗ് ഫഹദ് ഫാസിലുണ്ട്, കല്യാണി പ്രിയദർശനുണ്ട്, ലാലുണ്ട്, വിനയ് ഫോർട്ട് ഉണ്ട്. പിന്നെ രേവതി പിള്ളൈ എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി ഫേമസ് ആയ ആക്ട്രസ് ആണ്. കോട്ട ഫാക്ടറി എന്ന് പറഞ്ഞ ഫേമസ് സീരീസ്, ദ വൈറൽ ഫീവർ TVFൻ്റെ സീരീസിനകത്ത് ഒന്ന് ഫേമസ് ആയ ആളാണ്. അതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് ചെറിയ റോളുകളിൽ സുരേഷ് കൃഷ്ണയുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്. മൂവിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഗൈസ്, ഞാൻ ഈ ഓണത്തിൽ ഇറങ്ങിയേക്കുന്ന 4 പടങ്ങളുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഓടും കുതിര ചാടും കുതിരയുടെ വൈബാണ്. പക്ഷേ ഈ മൂവി ഇന്നലെ റിലീസായി. രാവിലെ മുതൽ തിയേറ്റർ റിയാക്ഷൻസ് ഇറങ്ങുന്നുണ്ട്. പിന്നെ മെല്ലെ ന്യൂസ് പേപ്പറിനകത്ത് റിവ്യൂസ് ഇറങ്ങുന്നുണ്ട്, ക്രിറ്റിക്സിൻ്റെ. ഇതെല്ലാം നെഗറ്റീവ് റിവ്യൂസ് ആണ്. ആൾക്കാരും പറയുന്നത് ഭയങ്കര പൊട്ടപ്പടമാണെന്ന്. ക്രിറ്റിക് റിവ്യൂസിൻ്റെ അകത്തും 1 സ്റ്റാർ ഒക്കെയാണ് കിട്ടുന്നത്. ഇവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ദ വേർസ്റ്റ് കൊമേഴ്ഷ്യൽ മലയാളം ഫിലിം ഓഫ് 2025. ഐ വാസ് ഷോക്ക്ഡ്, ഐ വാസ് കൺഫ്യൂസ്ഡ്. പക്ഷേ ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പം ഐ ഹാവ് എ ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് എൻ ഒപ്പീനിയൻ. എനിക്ക് പേഴ്സണലി ഈ മൂവി ഭയങ്കര അടിപൊളിയായിട്ടുള്ള മൂവിയൊന്നുമല്ല, പക്ഷേ ഒരു ഡീസൻറ്റ് മൂവിയാണ്. ഈ മൂവിയുടെ ജോണർ എന്ന് വെച്ചാൽ റോം കോം ജോണറാണ്. അത് എക്സ്പെക്ട് ചെയ്താണ് എല്ലാവരും പോയേക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഈ മൂവിക്കകത്ത് കുറേ സോഷ്യൽ ഇഷ്യൂസ്, മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഈ മൂവിക്കകത്ത് ടാക്കിൾ ചെയ്തിട്ടുണ്ട്. ഓരോരോ ക്യാരക്ടർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ്, ഡിപ്രഷൻ, സൂയിസൈഡൽ തോട്ട്സ്, പിന്നെ ലേശം വട്ടമുള്ള ക്യാരക്ടേഴ്സ്, ഇവരുമായിട്ട് എങ്ങനെയാണ് പബ്ലിക് ഡീൽ ചെയ്യുന്നത്, ആക്ച്വലി ഇവരുമായിട്ട് എങ്ങനെയാണ് പബ്ലിക് ഡീൽ ചെയ്യേണ്ടത്, ഇതൊക്കെ നല്ലപോലെ കാണിച്ചു വെച്ചേക്കുന്ന ഒരു മൂവിയാണ്, ഇൻഫ്യൂസ്ഡ് വിത്ത് ദി ഓവറോൾ തീം ഓഫ് റൊമാൻറ്റിക് കോമഡി. അപ്പം I think why it didn't click with the general audience and the critics is because ഈ മൂവിക്കകത്ത് കുറേ തീംസ് കൂട്ടിക്കുഴച്ച് വെച്ചിട്ടുണ്ട്. റൊമാൻസ്, കോമഡി, അതിൻ്റെ കൂടെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ്, ഒരു ഇഷ്യൂ അല്ല, കുറേ ഇഷ്യൂസ്, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഡിഫറെൻറ്റ് ഇഷ്യൂസിൽ കൂടെയാണ് പോകുന്നത്. അപ്പം ഇതെല്ലാം ഒരു ഓഡിയൻസിന് കോംപ്രിഹെൻഡ് ചെയ്യാൻ ഡിഫിക്കൽട്ടാവും. കാരണം ഒരു ലീനിയർ സ്റ്റോറി ലൈൻ ഒന്നുമല്ല, ഒരു സിംഗിൾ സ്റ്റോറി ലൈൻ ഒന്നുമല്ല, കുറേ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന കുറേ ഡിഫറെൻറ്റ് ഇഷ്യൂസ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് അമൽഗമേറ്റ് ചെയ്താണ് ഈ മൂവിയുടെ സ്റ്റോറി ഉണ്ടാക്കിയേക്കുന്നത്. മേ ബി ദാറ്റ് ഇസ് വൈ പീപ്പിൾ ഫൈൻഡ് ഇറ്റ് വെരി ഓവർവെൽമിങ്. ഈ മൂവിക്കകത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ അകത്ത് കോമഡിയാണ്. ഒരു പ്രത്യേകതരം ടൈപ്പ് കോമഡിയാണ്, നമ്മൾ നോർമലി കാണുന്ന കോമഡിയല്ല. ഔട്ട്ലാൻഡിഷ് കോമഡി എന്ന് പറയാം, ഓവർ ദ ടോപ്പ് കോമഡി എന്ന് പറയാം, ഓവർ ഡ്രമാറ്റിക് കോമഡി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നിവിൻ പോളിയുടെ മൂവി ഒരു വടക്കൻ സെൽഫി, ആ മൂവിക്കകത്തുള്ള ഔട്ട്ലാൻഡിഷ് സ്റ്റൈൽ കോമഡി ഇല്ലേ, ആ സെയിം സ്റ്റൈൽ കോമഡിയാണ് ഓടും കുതിര ചാടും കുതിരക്കകത്ത് ഉള്ളത്. ഇൻഫാക്ട് ഈ മൂവിക്കകത്ത് ഞാൻ ഫഹദ് ഫാസിൽ പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് ഈ ക്യാരക്ടർ നിവിൻ പോളിക്ക് നല്ല അടിപൊളിയായിട്ട് പ്ലേ ചെയ്യാവുന്നതാണ്. ബിക്കോസ് നിവിൻ പോളി പുൾസ് ഓഫ് ദിസ് ഔട്ട്ലാൻഡിഷ് കോമിക് ക്യാരക്ടേഴ്സ് വെരി വെൽ. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയേക്കുന്ന മൂവി പൈങ്കിളി, സജിൻ ഗോപു ആൻഡ് അനശ്വര രാജൻ സ്റ്റാറർ പൈങ്കിളി, ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. ആ മൂവിക്കകത്തും ഇങ്ങനത്തെ സെയിം സ്റ്റൈൽ ഔട്ട്ലാൻഡിഷ് കോമഡിയാണ്, ഓവർ ദ ടോപ്പ് കോമഡിയാണ്. അപ്പം ഈ മൂവിയുടെ കോമഡി എന്ന് വെച്ചാൽ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, പക്ഷേ പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ കോമഡി ഒത്തിരി ഇഷ്ടമാണ്. സോ മേ ബി ദാറ്റ് ഇസ് വൈ ദിസ് വർക്ക് ഫോർ മീ. സോ യു ഗൈസ് ഷുഡ് ഡെഫിനറ്റ്ലി ഗിവ് ദിസ് മൂവി എ ട്രൈ. ഇതൊരു ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് എ മൂവിയാണ്. മേ ബി യു മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്, മേ ബി യു മൈറ്റ് ലൈക്ക് ഇറ്റ്. ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടേസ്റ്റ്. പക്ഷേ പേഴ്സണലി ഫോർ മീ ഇറ്റ് വാസ് എ ഡീസൻറ്റ് ഫിലിം. നല്ല റൊമാൻറ്റിക് ആംഗിൾ ഉണ്ട്, ലവ് ട്രയാങ്കിൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, പിന്നെ നല്ല കോമഡി ഉണ്ട്.
പിന്നെ ഇവരുടെ എന്തുവാ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസും ഒത്തിരി പ്രീച്ച് ആകാതെ നല്ല കോമഡി ത്രൂ ആണ് ഇവർ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ റൊമാൻറ്റിക് കോമഡി മൂവീസിൻ്റെ അകത്ത് നമ്മൾ ടിപ്പിക്കലി കാണുന്നത് മീറ്റ് ക്യൂട്ട് മൂമെൻറ്റ്സ്, ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് കാണിച്ചേക്കുന്നുണ്ട്. ഫോർ മീ ഇറ്റ് വാസ് എൻ എക്സ്പെരിമെൻ്റൽ ഫിലിം. ഈ മൂവിയുടെ സ്റ്റോറി ടെല്ലിങ്ങും കണ്ടിന്യൂസ് ആയിട്ടല്ല, പക്ഷേ ഇടയ്ക്ക് കുറേ ഫ്ലാഷ് ബാക്സ്, പാസ്റ്റ്, പിന്നെ പ്രസൻറ്റിലോട്ട് വരുന്നത്, അതൊക്കെ അങ്ങനെയൊക്കെ സംഭവങ്ങൾ വരുന്നത്. സോ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, കുറേ ഡിഫറെൻറ്റ് സിനിമാറ്റിക് എലിമെൻറ്റ്സ് ഈ മൂവിക്കകത്തുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിക്കുഴച്ചാണ് കൊടുത്തേക്കുന്നത്. മേ ബി ദാറ്റ് ഇസ് വൈ ദി ഓഡിയൻസ് കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഓർ വൈബ് വിത്ത് ദിസ് ഫിലിം. ഈ മൂവിയുടെ ആക്ടിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ മൂവിക്കകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും, മോസ്റ്റ്ലി എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഓവർ ദ ടോപ്പാണ്. പക്ഷേ അത് ദ സ്ക്രിപ്റ്റ് ഡിമാൻഡഡ് ഇറ്റ്. ദാറ്റ് വാസ് ദ ഡയറക്ടേഴ്സ് വിഷൻ. ഓവർ ദ ടോപ്പ് ഡയലോഗ്സ്, ഓവർ ദ ടോപ്പ് കോമഡി, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നുണ്ട്. ഇങ്ങനെ റിവ്യൂസിൻ്റെ അകത്തൊക്കെ ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് ഭയങ്കര മോശമാണെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞേക്കുന്നത്. ബട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയില്ല. ഇറ്റ് ജസ്റ്റ് ഷോസ് ഹൗ ബ്രോഡ് ഫഹദ് ഫാസിൽസ് റേഞ്ചസ്. സീരിയസ് റോൾസ്, സൈക്കോ റോൾസ്, പ്ലേഫുൾ റോൾസ്, ഫൺ റോൾസ്, അതിൻ്റെ കൂടെ ഓവർ ദ ടോപ്പ് കോമഡിയും പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലിബറായുള്ള ആക്ടറാണെന്ന് ഫഹദ് ഫാസിൽ പ്രൂവ് ചെയ്ത് കാണിച്ചേക്കുന്നത്. സെയിം വിത്ത് കല്യാണി പ്രിയദർശൻ, ലാൽ, ഇവരെല്ലാവരും നമ്മൾ മൂവിക്കകത്ത് കാണുമ്പോൾ ഓവർ ദ ടോപ്പ് ആണ്. പക്ഷേ ദാറ്റ്സ് ഹൗ ദ സ്റ്റോറി ഇസ്, ദാറ്റ്സ് ദ വൈബ് ഓഫ് ദിസ് ഫിലിം. സോ പേഴ്സണലി ഫോർ മീ ദി ആക്ടിംഗ് ഓൾസോ ക്ലിക്ഡ്. ഈ മൂവി തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ, ഇത് നിങ്ങൾക്ക് OTT വരുമ്പോഴും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സോ ഗൈസ്, ദാറ്റ് വാസ് മൈ റിവ്യൂ ഓഫ് ഓടും കുതിര ചാടും കുതിര. ഫൈനലി ഗൈസ്, എനിക്ക് പേഴ്സണലി ഔട്ട് ഓഫ് ദീസ് 3 ഫിലിംസ് ഏത് മൂവിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഓണം 2025 ബോക്സ് ഓഫീസ് ക്ലാഷ് ഏത് മൂവിയാണ് തൂക്കിക്കൊണ്ട് കൊണ്ടുപോയത്? പേഴ്സണലി ഫോർ മീ ഇറ്റ് ഈസ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ബിക്കോസ് ഇത് നമ്മൾ നെവർ ബിഫോർ സീൻ ഒരു സംഭവമാണ്. മൈത്തോളജി, റിലിജൻ, ഫോക്ലോർ, ഇതെല്ലാം യൂസ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, ദി ഓവറോൾ സൂപ്പർ ഹീറോ ജോണർ, പിന്നെ തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഓവറോൾ വിഷ്വൽ എക്സ്പീരിയൻസ്, ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. സോ ദാറ്റ് ഈസ് മൈ പിക്ക് ഔട്ട് ഓഫ് ദ 3 ഓണം റിലീസസ് വിച്ച് ഐ സോ. ഇനി ഈ മൂവീസിൻ്റെ അകത്ത് ഏതാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നത്? ഇറ്റ് വിൽ ഡിപെൻഡ് ഓൺ വാട്ട് യുവർ ടേസ്റ്റ് ഇൻ ജോണർ ഇസ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ഓഡിയൻസ് യു ആർ. See, if you're sort of like a youth audience, നിങ്ങൾക്ക് ആക്ഷൻ, അഡ്വെഞ്ചർ, എൻ്റർടൈൻമെൻറ്റ് ഇത് വേണം, യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച് ലോക. ബട്ട് ഇഫ് യു sort of like a family audience, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ കൊണ്ടുപോയി കാണിക്കണം, അപ്പച്ചൻ അമ്മച്ചിയെ കൊണ്ടുപോയി കാണിക്കണം, അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ഹൃദയപൂർവ്വം വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. ലോകയ്ക്കകത്ത് കുറേ വയലൻസ് ഉണ്ട് ഗൈസ്, കുറേ വയലൻസ് ഉണ്ട്, അതും പിള്ളേരൊക്കെയാണ് വയലൻസ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം വയലൻസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ചൂസ് ബിറ്റ്വീൻ ഹൃദയപൂർവ്വം ആൻഡ് ഓടും കുതിര ചാടും കുതിര. ഈ 2 മൂവീസ് സോർട്ട് ഓഫ് സിമിലർ ജോണറാണ്. പക്ഷേ നിങ്ങൾ ഡിഫറൻസ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഹൃദയപൂർവ്വം ഈസ് എ വെരി സ്ലോ പേസ്ഡ്, ഇതിനകത്ത് സ്റ്റോറി ഒന്നുമില്ല. പക്ഷേ ഓടും കുതിര ചാടും കുതിരയ്ക്കകത്ത് കുറേ ഡിഫറെൻറ്റ് സ്റ്റോറി എലിമെൻറ്റ്സ് ഉണ്ട്. ക്യാരക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന കുറേ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആൻഡ് ഫേസസ് ഇൻ ലൈഫ്, അതൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാം കൂട്ടിക്കുഴച്ച് കുറേ സംഭവങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയപൂർവ്വം എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ, ഒരു 1 ലൈൻ സ്റ്റോറി, ഒത്തിരി നമുക്ക് ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബ്രീസി ടൈപ്പ് മൂവിയാണ്. രണ്ടും നല്ലതാണ്. ബേസ്ഡ് ഓൺ യുവർ ടേസ്റ്റ് യു ക്യാൻ ഡിസൈഡ് വിച്ച് വൺ യു ഷുഡ് ഗോ ആൻഡ് വാച്ച്. സോ ഗൈസ്, ദാറ്റ് വാസ് മൈ റിവ്യൂ ഓഫ് ഓൾ ദ 3 മേജർ ഓണം റിലീസസ്. I will see you guys in another video, another review. Till then, take care. Goodbye.